ഭഗവാനെ, ഞാനീ ചെയ്യുന്നതൊക്കെ തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഭഗവാനെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എന്നെ മനസ്സിലാക്കാനും എനിക്ക് തുണയാകാനും എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഇന്നലെ വരെ സംഭവിച്ചതെല്ലാം എൻ്റെ അഹങ്കാരമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നതും അതൊക്കെ കൊണ്ട് തന്നെ ആവാം. പക്ഷെ നാളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നും നിന്റെ മുന്നിൽ വന്നിങ്ങനെ നിന്ന് കരഞ്ഞു പറയുമ്പോൾ നീ എനിക്കൊരു വഴി കാണിച്ചു തരാറുണ്ട്. അങ്ങനെ ഒരു വഴി നീ എനിക്ക് കാണിച്ചു തരണം ഭഗവാനെ. എന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് മുന്നിൽ, എന്നെ അവഹേളിക്കുന്നവർക്ക് മുന്നിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. അതിനൊരു വഴി എനിക്ക് തരണം. ശൂന്യതയിൽ നിൽക്കാൻ ഞാൻ. വലിയൊരു വട്ടുപൂജ്യമാ ഈ സത്യഭാമ. അതിൽ നിന്നും എനിക്ക് കരകയറി കാണിച്ചു കൊടുക്കുക തന്നെ വേണം. ആരൊക്കെ കൈവിട്ടാലും എന്റെ ഭഗവാൻ എന്നെ കൈവിടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ചോദിക്കുക, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ് തരണം നീ ഭഗവാനെ. അതിപ്പോ സുബേർക്ക് അല്ലാതെ മറ്റാര് തടഞ്ഞാലും ഞാൻ ചെയ്യും. അതെന്റെ മനസ്സിന്റെ ഒരു ഉറപ്പാ. പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ടൊരു ശീലമുണ്ട്. അത് എടുക്കരുതെന്ന് ആരെങ്കിലും കർശനമായിട്ട് പറഞ്ഞാൽ ഞാൻ എടുക്കും. അതിപ്പോ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപ്പട്ടര് വന്ന് പറഞ്ഞാലും ഞാൻ എടുക്കും. എന്താ ചെയ്യാതിപ്പോ എന്റെ രക്തത്തിൽ അലിഞ്ഞേറിഞ്ഞിട്ടുള്ളതാ. പച്ച മലയാളത്തിൽ പറഞ്ഞാ തന്ത ഗുണമെന്ന് പറയും. മനസ്സിലായ? അതെനിക്ക് വേണ്ടുവോളുള്ളത് കൊണ്ട് പറയാ. ഉപദ്രവിക്കരുത്. ജീവിച്ചു പൊക്കോട്ടെ. ഒരുപാട് കുഞ്ഞുകുട്ടി പരാധീനകൾ ഉള്ളതാ. അച്ഛനും അമ്മേനും ഇവിടെ കൊണ്ട് താമസിപ്പിച്ചതും അതുകൊണ്ടൊക്കെ തന്നെയാ. അതുകൊണ്ട് കഴിയുമെങ്കിൽ എൻ്റെ തങ്കച്ചേട്ടൻ ഒരു കാര്യം അങ്ങോട്ട് ചെയ്യാം. ഈ ജോലി എടുക്കാൻ പോകുമ്പോഴെങ്കിലേ ഇങ്ങനെ വഴിമുടക്കി നിൽക്കല്ലേ, വർക്കത്ത് കേടാമേ. അതുകൊണ്ടാ. നീ ഇപ്പൊ പണിയെടുത്തോ? പക്ഷേ ആ പിടിക്കുന്ന വളയം ഇതിനു മുമ്പ് പിടിച്ചിരുന്ന ഒരുത്തൻ ഇവിടെ ഉണ്ട്. അവനവന്റെ കൊച്ചന്റെ ആവശ്യത്തിന് ബാംഗ്ലൂർക്ക് പോയ ഒഴിവില്ല നീ ഇവിടെ കിടന്ന് നെകളിക്കുന്നത്. അവൻ ഏത് നിമിഷവും വരും. വന്നാൽ ഈ സ്ഥാനം അവനായിട്ട് ഒഴിഞ്ഞു കൊടുക്കേണ്ടിയും വരും. എന്റെ പൊന്ന് തങ്കൻ ചേട്ടാ, അവൻ വരുമ്പോഴല്ലേ അവൻ വരട്ടെ. ഈ മഞ്ഞുമഴ പെയ്യുന്ന പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴേ തയ്യാറെടുക്കേണ്ട കാര്യമുണ്ടോ? പെയ്യട്ടെ, പെയ്ത് കാണിക്കട്ടെ, എന്നിട്ട് അവൻ അതുപോലുള്ള പ്രതിരോധം. അപ്പൊ നീ ഒരു നടക്ക് പോകുന്ന ലക്ഷണമൊന്നുമില്ല. ഒരു നടക്കല്ല, ഇതുപോലെ 10 നട വന്നാലും ഒത്ത നടുക്കിലും. എവിടേക്കാ? അവിടെ നിൽക്ക്. മൊയൽക്കുട്ടിക്കുള്ള തീറ്റുമായിട്ട് പുലിക്കുട്ടിയുടെ അടുത്തേക്ക് വരല്ലേ. വന്ന പുലിക്കുട്ടി പുലിക്കുട്ടിയുടെ കുണം കാണിക്കും. തങ്കച്ച, ഞാൻ പറഞ്ഞു, നീ എന്റെ തണ്ടിയല്ല. നിന്റെ ഈ തന്റെയുടെ എന്റെ അടുത്ത് ചെലവാകൂല്ല കേട്ടാ. ഈ അടവും തടവും ഞാൻ പഠിച്ചിറങ്ങിയതേ സ്കൂള് കാലഘട്ടത്തിൽ നിന്നല്ല, കുരുത്തോല പള്ളിക്കൂടത്തിന്നാ കേട്ടാ. ഹരിശ്രീ എഴുതാൻ പഠിപ്പിക്കുന്ന എഴുത്തോല പള്ളിക്കൂടത്തിന്ന്. എങ്ങനെ നോക്കിയാലും അടിതടവിന്റെ കാര്യത്തിൽ സീനിയർ ഞാൻ തന്നെയാടാ തങ്കൻ ചേട്ടാ. അത് ഈ കൂടെ നടക്കുന്നവന്മാരോട് പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. ഇവർക്ക് അറിവില്ലാനിട്ടല്ലേ, ക്ഷമിച്ചുകളാ. അച്ഛനെ വന്ന് വണ്ടി കയറി, നമുക്ക് ഓട്ടം പോവാനുള്ളതാ. ഇനി
ഇനി നീ എന്റെ വഴിക്ക് വന്ന തങ്ക, നീ അറിയും ഞാൻ ആരാന്ന്. കമല വാടാ. ഇത് ആശന്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടോ. പുകച്ചില് മാറാൻ കുറച്ച് സമയം എടുക്കും. ആശാനെ കുറിച്ച് അറിയാനിട്ടാ. ആശാൻ ശരിക്കും ആരാണെന്നറിയോ? ഹ, ആരായാലും എനിക്കെന്താടാ, മജിസ്ട്രേറ്റ് ഒന്നും അല്ലല്ലോ. ആണോ? ആണോടാ? ഡേയ്, അതുക്കും മേലെയാന്ന് വിചാരിച്ചോ? മജിസ്ട്രേറ്റിനെ ശിക്ഷ വിധിക്കാനേ കഴിയൂ. ഈ വിഷ്ണുവിനത് നടപ്പിലാക്കാനും കഴിയും. അതുകൊണ്ടേ തങ്കഞ്ചേട്ട ഊതല്ലേ കേട്ടാ. കമല വന്ന് കേറണ. വരട്ടെ. എടാ ചാവാതെ മാറി പോടാ. ഒരുവൻ മുതലാളി, കൂടെയുള്ളവൻ തൊഴിലാളി. ആശാനെ, ഇവന്മാര് മാറുന്നില്ലല്ലോ. കയറ്റി കൊല്ലണ്ടേ വരുമോ? നോക്കാടാ.